നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. ഇന്ന് നമുക്കൊരു വെജിറ്റേറിയൻ സൂപ്പിന്റെ റെസിപ്പി നോക്കാം. നമ്മളുടെ എല്ലാ ധാതുക്കളുടെയും സപ്തധാതുക്കളാണ് നമ്മുടെ ശരീരത്തിൽ 7 ധാതുക്കളാണുള്ളത്. ഈ 7 ധാതുക്കളുടെയും പോഷണത്തിനും അതുപോലെ തന്നെ അസ്ഥിധാതുവിന്റെയും മജ്ജാധാതുവിന്റെയും ശുക്ലധാതുവിന്റെയും ഒക്കെ ക്ഷയം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ഈ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങള്, സെക്ഷൽ ആയിട്ടുള്ള താല്പര്യക്കുറവുകള്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ സൂപ്പിന്റെ റെസിപ്പിയാണ്. ഇന്നത്തെ കാലത്ത് തേയ്മാനം, അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടാകുക, ഓസ്റ്റിയോപോറോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു 30 വയസ്സിന് ശേഷം തന്നെ കാണുന്നുണ്ട് ധാരാളമായിട്ട്. മജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്നത് ഈ എല്ലുകളുടെ അകത്ത് കാണുന്ന ഒന്നാണ്. ഇതാണ് എല്ലുകൾക്ക് കൂടുതൽ ബലം നൽകാനായിട്ട് സഹായിക്കുന്നത്. ഈ മജ്ജയ്ക്ക് ക്ഷയം സംഭവിക്കുന്നത് വഴി എല്ലുകൾക്ക് ബലക്കുറവുണ്ടാകുകയും പോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങള്, കാഴ്ചക്കുറവുണ്ടാകുക, രക്തക്കുറവ്, തലകറക്കം പോലെയുള്ള പ്രശ്നങ്ങള്, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് വരാറുണ്ട്. ഈ ശുക്രക്ഷയം മൂലം ക്ഷീണവും ദുർബലതയും ലൈംഗിക ശേഷിക്കുറവും നിരാശ അതുപോലെ മനോവൈകല്യങ്ങൾ വരെയും സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ധാതുക്കളുടെയും പോഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സൂപ്പ് ഉപയോഗിക്കാം. ആട്ടിൻ സൂപ്പും ഇതുപോലെ തന്നെ ഈ എല്ലാ ധാതുക്കളുടെയും പോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മുൻപൊക്കെ പ്രസവത്തിനൊക്കെ ശേഷം പ്രസവരക്ഷാ ചികിത്സ എന്നുള്ള രീതിയിൽ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ആട്ടിൻ സൂപ്പും കഴിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ പൂർവികരുടെ ഒരു കാലത്ത് അവർ കർക്കിടകത്തിലൊക്കെ ഒരു ആരോഗ്യരക്ഷ എന്നുള്ള രീതിയിൽ ആട്ടിൻ സൂപ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. അവരൊക്കെ ധാരാളം പണികളും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സസൈസും ഉണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 തരത്തിലുള്ള തേയ്മാനം, ഒന്ന് ഷോൾഡറിന്റെ തേയ്മാനവും രണ്ടാമത്തത് മുട്ടിന്റെ തേയ്മാനവുമാണ്. പണ്ട് നമ്മൾ അരകല്ലൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് 2 കൈകൾക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തറയിൽ ഇരുന്ന് അരിയുക അല്ലെങ്കിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോൾ തറയിൽ ഇരുന്ന് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് മുട്ടിനൊക്കെ നല്ല രീതിയിലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. വ്യായാമം പൊതുവെ കുറവായതുകൊണ്ട് തന്നെ ഈ ആട്ടിൻ സൂപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ വരും എന്നുള്ള പേടി കൊണ്ടും കൂടിയാണ് മിക്കവരും അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെജിറ്റേറിയൻ സൂപ്പിന്റെ റെസിപ്പി തരുന്നത്. ഈ സൂപ്പ് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനു മുന്നേ നമ്മളൊരു 7-8 മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ രാത്രിക്കത്തെ ആഹാരമൊക്കെ കഴിച്ചു തീർത്തിട്ട് പിന്നീട് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ ഒരു സമയമാകുമ്പോൾ അതിനു മുന്നേ ഒരു ഗ്ലാസ് ഈ സൂപ്പ് കുടിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചെറുപയറാണ് നമുക്ക് ഒന്നാമത് ആവശ്യമുള്ളത്. മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, അതുപോലെ കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, പിന്നെ തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ ഇന്ദുപ്പും കുരുമുളകും ആവശ്യമുണ്ട്. ഇനി ഇത് ഓരോന്നും ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു ലോജിക്ക്, അതിന്റെ ഗുണങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൽ വെണ്ടയ്ക്ക ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എന്റെ നെയ്ബേഴ്സ്, ഞാൻ വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് നമ്മൾ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ വെണ്ടയ്ക്ക അതിന്റെ കായ മൂക്കുന്നതിന് മുന്നേ ഇതെടുത്ത് ചവച്ച് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ വെണ്ടയ്ക്ക നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിനൊരു നല്ല രീതിയിൽ ഒരു സ്ലൈമിനെസ് ഉണ്ട്. ഇത് നമ്മളുടെ സന്ധികൾക്ക് നല്ല രീതിയിൽ വഴക്കം വരാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന്. ഈ വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ ഇത് ബോൺ ഡെൻസിറ്റി കൂട്ടാനും മജ്ജയുടെ ഫംഗ്ഷനും ഓസ്റ്റിയോപോറോസിസ് തടയാനും ഇതിലടങ്ങിയിരിക്കുന്ന ഫോളേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് സഹായിക്കുന്നതാണ്. കൂടാതെ ഇതിൽ കാൽഷ്യവും മെഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചെറുപയറിൽ ധാരാളം പ്രോട്ടീനും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് കാഴ്ചശക്തി കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനും പുഷ്ടിയും ബലവും വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഇതില് പൊട്ടാസ്യം, സോഡിയം, അയൺ, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ധാതുക്കളുടെയും പോഷണത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് എല്ലുകളുടെ. ചെറിയ ഉള്ളി അനീമിയ ഉള്ളവർക്ക് നല്ലതാണ്. ബോൺ ഡെൻസിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സൾഫർ കണ്ടന്റ് കൊളാജൻ നിർമ്മാണത്തിനും സഹായിക്കുന്നതാണ്. ഇനി മുരിങ്ങയ്ക്കയുടെ ഗുണത്തിലേക്ക് വരാം. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, അയൺ, ഫോസ്ഫറസ് ഒക്കെ എല്ലുകൾക്കും അതുപോലെ തന്നെ മജ്ജയ്ക്കും നല്ലതാണ്. സ്പേം കൗണ്ട് കൂടാനും സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടാനും നല്ലതാണ്. ഇനി തേങ്ങാപ്പാലില് ആരോഗ്യകരമായ കൊഴുപ്പുകളും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ധാതുക്കൾക്ക് ബലം നൽകാനും സന്ധികളെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും. മറ്റ് മെഡിസിൻസിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനായിട്ടും സഹായിക്കുന്നതാണ്. ഇന്ദുപ്പില് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ന്യൂട്രിയൻസിന്റെ ഏകീകരണത്തിന് സഹായിക്കും.
കുരുമുളക് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ നല്ലതാണ്. എസെൻഷ്യൽ ന്യൂട്രിയൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും സഹായിക്കുന്നതാണ്. നെയ്യ് അല്ലെങ്കിൽ നറുനെയ്ക്ക് എല്ലാ ധാതുക്കളെയും പോഷണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സന്ധികൾക്കും ടിഷ്യൂവിനും ഒക്കെ നല്ല രീതിയിൽ ഒരു ലൂബ്രിക്കേഷൻ നൽകാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ ന്യൂട്രിയന്റ് അബ്സോർപ്ഷനും സഹായിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ചെറുപയർ നമ്മൾ എടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ ആ ഒരു അളവിൽ എടുത്താൽ മതി. ഇത് രാവിലെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് വൈകിട്ട് ഇതിന്റെ കൂട്ടത്തില് ഒരു 2 വെണ്ടയ്ക്ക, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 വെണ്ടയ്ക്ക എടുത്താൽ മതി. അത് നന്നായിട്ട് മുറിക്കുക. അതുപോലെ തന്നെ മുരിങ്ങക്കായ, അതിന്റെ കരിന്തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ചെറിയ ഉള്ളി, അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ചതച്ചെടുക്കുക. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിനെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുന്ന ഒരു പരുവത്തിൽ ആ രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് കുറച്ചൊരു ലൂസ് ആയിട്ടിരിക്കേണ്ട, ഒരു കുടിക്കാനുള്ള പരുവത്തിന് ലൂസ് ആയിട്ടിരിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുക. ഇനി ഇത് വെന്ത് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ കുറച്ച് ഇന്ദുപ്പ് ചേർക്കുക. ഒരു നുള്ളു മാത്രം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവര് അല്ലെങ്കിൽ എന്നും അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതിന് പകരം വളരെ കുറഞ്ഞ അളവിൽ ഒരു 1/2 ടീസ്പൂൺ എന്നുള്ള അളവിൽ നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുരിങ്ങയ്ക്ക, അത് നമ്മളിത് കുടിക്കുന്ന സമയത്ത് നന്നായിട്ട് അത് ചവച്ചരച്ച് അതിന്റെ നാര് മാത്രം പുറത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിക്കും നമുക്ക് ആ മുരിങ്ങയ്ക്കയുടെ ആ ഒരു ഗുണം അതിൽ കിട്ടുള്ളൂ. ഇനി മുരിങ്ങയ്ക്കയുടെ ഒരു സീസൺ അല്ലാത്ത സമയത്ത് മുരിങ്ങയ്ക്ക ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രമായിട്ട് സൂപ്പ് വെച്ചിട്ടാണെങ്കിലും കുടിക്കാം. ഇതൊരു 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം. അതിനുശേഷം ആഴ്ചയിൽ 1-2 ദിവസം ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുവഴി എല്ലാ ധാതുക്കൾക്കുള്ള പോഷണവും ഞാൻ ആദ്യം പറഞ്ഞ എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ ധാതുക്കളുടെ ഒരു ക്ഷയം മൂലം നമ്മൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഞാൻ പൊതുവെ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളുള്ള എന്റെ പേഷ്യൻസിൽ അത് അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വരെയും കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് വണ്ണം കൂടുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അതുപോലെയുള്ള പേടിയൊന്നും ആവശ്യമില്ല. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ആയുർവേദ മരുന്ന് അല്ലെങ്കിൽ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇതൊരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ്.